നമസ്കാരം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം എന്ന് പറഞ്ഞതുപോലെ കമ്മികളെ നിങ്ങൾ സർവനാശങ്ങളാണല്ലോ. നിങ്ങൾ ഈ നാട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ അന്തിച്ചർച്ചകളും ബോറ് അല്ല, സന്ദർഭവശാൽ കീച്ചി എന്നേ ഉള്ളൂ. പറയാൻ വന്നത് മറ്റൊന്നാണ്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അന്തം കമ്മികളുടെ തോൽവിക്ക് പ്രധാന കാരണമായൊരു പാരഡിയാണിത്. പാരഡി എഴുതിയത് ഖാദർ എന്ന പ്രവാസി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ ഈ പാരഡി സജീവമായിരുന്നെങ്കിലും അന്തങ്ങളുടെ തലയ്ക്ക് വെളിവുണ്ടായത് ഇന്നലെയാണ്. ഈ പാരഡി എഴുതിയ ഖാദറിനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഖാദറിനെതിരെ അതിരൂക്ഷമായ ഭീഷണികളും അസഭ്യ വർഷവുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ സൈബർ മണിയനീച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖാദറിൻ്റെ പാരഡിയിലൂടെ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെട്ടു എന്നാണ് അന്തങ്ങളുടെ രോദനം. എനിക്ക് പറയാനുള്ളത് ഇതാണ്: വിവരദോഷികളും വർഗീയ പടർത്തുന്നവരും അതിലുപരി നാടിൻ്റെ സർവനാശങ്ങളുമായ അന്തം കമ്മികളെ കൊച്ചു വെളുപ്പാൻ കാലത്ത് പോലീസിൻ്റെ അകമ്പടിയോടെ തലയിൽ മുണ്ടിട്ട് 2 വനിതാ ആക്ടിവിസ്റ്റുകളെ സന്നിധാനത്ത് കയറ്റിയത് ഓർമ്മയുണ്ടോ? ആചാര ലംഘനത്തിൽ പ്രതിഷേധിച്ച വിശ്വാസികളെ തല്ലിച്ചതച്ചതും കള്ളക്കേസുകൾ എടുത്തതും ഓർമ്മയുണ്ടോ? ഹൈന്ദവാചാരങ്ങൾ തകർക്കാനായി നവോത്ഥാന മതിൽ കെട്ടിയത് ഓർമ്മയുണ്ടോ? കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ ദൈവദശകം ചൊല്ലുന്നതിന് വിലക്കേർപ്പെടുത്തിയത് ഓർമ്മയുണ്ടോ? ക്ഷേത്രോത്സവങ്ങളിൽ വിപ്ലവഗാനങ്ങൾ പാടിച്ചത് ഓർമ്മയുണ്ടോ? നൂറ്റാണ്ടുകളായി സമാധാനപരമായി നടന്നിരുന്ന ഉത്സവങ്ങൾ നടന്നിരുന്ന ക്ഷേത്ര പരിസരങ്ങളിൽ ആർത്തവത്തുണിയിൽ രക്തത്തുള്ളി വീണതുപോലെയുള്ള കൊടികൾ കെട്ടി അലമ്പാക്കിയത് ഓർമ്മയുണ്ടോ? ക്ഷേത്രത്തിലെ മൈക്ക് സെറ്റ് കാരണഭൂതം നിർത്തിവയ്പ്പിച്ചത് ഓർമ്മയുണ്ടോ? ഇതൊക്കെ നിനക്കൊക്കെ ഓർമ്മയുണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. മരണം വരെ ഞങ്ങളത് മറക്കില്ല. ഖാദർ ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ശബരിമലയിലെ പവിത്രത ഉൾക്കൊണ്ടു തന്നെയാണ് ആ പാരഡിയിലെ ഓരോ വരികളും എഴുതിയത്. ശബരിമലയിൽ എന്തു ജാതി എന്തു മതം, അയ്യപ്പൻ്റെ തോഴനായ വാവരും ശബരിമലയിലുണ്ട്, അതറിയാമോ? അതുകൊണ്ട് ഇതിനുവേണ്ടി തിളപ്പിച്ച വെള്ളത്തിൽ ലേശം തേയില കൂടി ഇട്ട് കൊടുക്ക്. നിങ്ങളുടെ മൂത്ത കമ്മികൾക്ക് കട്ടൻ ചായ കുടിക്കാം. ഈ പരാതി കൊടുത്തതാരാണ്? തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ആൾക്കാരാണത്രേ. നവോത്ഥാന സംരക്ഷണ സമിതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇതിൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ചാനൽ ചർച്ചകൾക്ക് മുന്നിൽ വന്നു നിന്ന് ഒരാൾ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ആള് ലക്ഷണമൊത്ത ഒരു അന്തം കമ്മിയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇനി നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ. ആരാണ് കേരളത്തിൽ വർഗീയത വളർത്തുന്നതും പറയുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും? RSSോ BJPയോ മുസ്ലിം ലീഗോ ഒന്നുമല്ല. ഇടതനും വലതനുമാണ് ഇവിടെ വർഗീയത പറയുന്നത്. ഇവർ തീപ്പൊരി എറിഞ്ഞു കൊടുക്കും, അത് ആളിപ്പടരും. ഇതാണ് ചെയ്യുന്നത്. ഈ പാരഡി എഴുതിയ ഖാദർ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തിയെന്നാണ് അന്തം കമ്മികൾ രോധിക്കുന്നത്. ഞാനൊരു ഹിന്ദുവാണ്, എൻ്റെ മതവികാരം വ്രണപ്പെട്ടിട്ടേയില്ല എന്ന് മാത്രമല്ല, ഇത്ര ലളിതമായ വരികളിലൂടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ തുറന്നു കാണിച്ച ഖാദറിനോട് എനിക്ക് നന്ദിയുമുണ്ട്. എനിക്ക് മാത്രമല്ല, കേരളത്തിലെ അന്തം കമ്മികളില്ലാത്ത എല്ലാവർക്കും അതങ്ങനെ തന്നെയായിരിക്കും. ഇനി എനിക്ക് പറയാനുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരോടാണ്. ഇവൻ്റെയൊക്കെ താളത്തിനൊടുത്ത് ഇനിയും തുള്ളരുത്. രാഹുൽ മാങ്കൂട്ടത്തിനെയും KK രമയെയും ചിത്രങ്ങൾ സഹിതം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത് അപമാനിച്ചിട്ടുണ്ട് വട്ടപ്പാറയിൽ ഒരു അന്തം കമ്മിണി. അതിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. VD രാജപ്പൻ എന്തെല്ലാം പാരഡികൾ എഴുതിയിട്ടുണ്ട്, എന്തിനെയെല്ലാം കഥാപാത്രങ്ങളാക്കിയിട്ടുണ്ട്. ആരുടെയും ഒന്നും വ്രണപ്പെട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള പാരഡി ഇറങ്ങിയത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. അപ്പോഴൊന്നും ഇവന്മാർക്ക് യാതൊരു ചൊറിച്ചിലും ഉണ്ടായില്ല. പക്ഷേ തോൽവിയുടെ രുചി അറിഞ്ഞപ്പോൾ അത് മതവികാരം വ്രണപ്പെടുത്തുന്നതായി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി കോട്ടുവായ ഇടുന്ന സമയമൊഴിച്ച് എല്ലാ സമയത്തും വാതോരാതെ പറയുന്നവന്മാരാണ്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ? ഹരീഷിൻ്റെ മീശ എന്ന നോവലിൽ ഹിന്ദുക്കളെ മ്ലേച്ഛമായി അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ അയാൾക്കൊപ്പം നിന്നവരല്ലേ അന്തം കമ്മികൾ? സരസ്വതി ദേവിയെ നഗ്നയായി വരച്ച് രസിച്ചവരല്ലേ അന്തം കമ്മികൾ? അപ്പോഴൊന്നുമില്ലാത്ത മതവികാരം ഈ പാരഡി കൊണ്ട് ഹിന്ദുക്കൾക്ക് വ്രണപ്പെട്ടിട്ടില്ല. സ്വർണം കട്ടത് ആരാണെന്നുള്ള കാര്യം കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അകത്ത് കിടക്കുന്ന പത്മകുമാറും വാസുവും ഏത് പാർട്ടിക്കാരാണെന്നുള്ളതും ജനത്തിന് അറിയാം. കഴിഞ്ഞ കുറേ കാലങ്ങളായി വയ്ക്കുന്ന വെടിയെല്ലാം കറങ്ങിത്തിരിഞ്ഞ് സ്വന്തം ആസനത്തിൽ കൊള്ളുകയാണ് കമ്മികൾക്ക്. ഇതും അതുപോലെയാകും. വിരട്ടിയതുകൊണ്ടോ നാക്ക് തള്ളി കാണിച്ചതുകൊണ്ടോ തെറിയഭിഷേകവും അപവാദവും പ്രചരിപ്പിച്ചതുകൊണ്ടോ ഒന്നും ഇത് നിൽക്കാൻ പോകുന്നില്ല. ജനങ്ങൾ കൂടുതൽ ചിന്തിക്കും. നിങ്ങൾക്കൊരിക്കലും കഴിയില്ലെന്നറിയാം, എങ്കിലും പറയാം, നിങ്ങളൊന്ന് നന്നാകാൻ നോക്ക്, ചിലപ്പോൾ ശരിയാകും. ഒരിക്കൽ കൂടി പറയാം, പാരഡി പാട്ടെഴുതിയ ഖാദറിനോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഞങ്ങളുടെ മതവികാരം ഒരു കഴഞ്ച് പോലും വ്രണപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വർണം കട്ടവൻ ആരപ്പ? സഖാക്കളാണ് എൻ്റെ അയ്യപ്പ.